കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇനി 63 ദിവസം മാത്രം. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ആരാകും എന്ന ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല. ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥി പട്ടികയിലുള്ള അന്തിമ ചർച്ചകൾ നടക്കുകയാണ്. UDFിലാകട്ടെ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സമർപ്പിച്ച പട്ടികയിൽ ഇതുവരെ പ്രതീക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ മുൻപ് ഒഴിവാക്കപ്പെട്ട പുതിയ സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ. കേരള ബാലറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് CPM സാധ്യതാ പട്ടികയിൽ അഴിച്ചുപണി. കൊല്ലത്ത് PK ഗുരുദാസനും ദേവികുളത്ത് S രാജേന്ദ്രനും തിരുവമ്പാടിയിൽ ജോർജ് M തോമസും വീണ്ടും പട്ടികയിൽ. ബേപ്പൂരിൽ M മെഹബൂബിനെ പരിഗണിക്കുന്നു. തൃക്കരിപ്പൂരിൽ M രാജഗോപാൽ. ഘടകകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ച പുരോഗമിക്കുന്നു. കേരള കോൺഗ്രസ് M, JDU, RSP എന്നിവരുമായുള്ള ചർച്ചകളിൽ തീരുമാനമായില്ല. AK ആന്റണി പങ്കെടുക്കുന്ന UDF യോഗം തുടങ്ങി. അങ്കമാലി പിറവം സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ്. UDF പാർട്ടിയെ വേദനിപ്പിക്കില്ലെന്ന് കരുതുന്നുവെന്ന് ജോണി നെല്ലൂർ. പാർട്ടിയിൽ ഭിന്നതയെന്നത് മാധ്യമ സൃഷ്ടിയെന്ന് അനൂപ് ജേക്കബ്. KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഇരിക്കൂറിൽ വീണ്ടും പോസ്റ്റർ. ഇന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ആലക്കോട്, കരുവഞ്ചാൽ, ഉദയഗിരി മേഖലകളിൽ. KC ജോസഫിന്റെ കോലം കത്തിച്ചത് അന്വേഷിക്കാൻ DCC സമിതിയെ നിയോഗിച്ചു. കോഴിക്കോട് ജില്ലയിൽ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയായി. തിരുവമ്പാടി മണ്ഡലത്തിൽ ജോർജ് M തോമസ് തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ബേപ്പൂരിൽ മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എളമരം കരീമിന് പകരം M മെഹബൂബിനെ പരിഗണിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇനിയും തീരുമാനമാകാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി KK ഷിതയുണ്ട് കോഴിക്കോട് നിന്ന്. ഷിത, CPMന്റെ ജില്ലയിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളുടെ നില എന്താണ്? കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്തത്? അജിംസ്, കോഴിക്കോട് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ്, ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റും പിന്നീട് ചേർന്ന ജില്ലാ കമ്മിറ്റിയുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. ഇത് പ്രകാരം തിരുവമ്പാടിയിൽ നേരത്തെ സഭയുമായി അല്ലെങ്കിൽ മലയോര വികസന സമിതിയുമായി ഒരു ധാരണയുണ്ടാക്കാമെന്നുള്ള രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. അതിനു പകരം തിരുവമ്പാടിയിൽ ജോർജ് M തോമസിനെ മത്സരിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ബേപ്പൂരിന്റെ കാര്യത്തിലായിരുന്നു. ബേപ്പൂരിൽ എളമരം കരീം മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തത്. ഈ സാഹചര്യത്തിലാണ് ബേപ്പൂരിൽ മറ്റൊരു പേര് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ച. ജില്ലാ സെക്രട്ടറി ആദ്യം തന്നെ പരിഗണിച്ച പേര് M മെഹബൂബിന്റേതായിരുന്നു. M മെഹബൂബിനെ തന്നെ ബേപ്പൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ജില്ലാ സെക്രട്ടറിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് M മെഹബൂബിന്റെ പേര് ആയിട്ടില്ല എന്നുള്ള വിവരമായിരുന്നു. പക്ഷേ ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് M മെഹബൂബിന്റെ പേരാണ് ജില്ലാ കമ്മിറ്റി ബേപ്പൂരിൽ നിന്നുമുള്ള സാധ്യതാ പട്ടികയായി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. നിലവിൽ 4 സിറ്റിംഗ് MLA മാരും ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. കോഴിക്കോട് നോർത്തിൽ A പ്രദീപ് കുമാർ MLA മത്സരിക്കുന്നു. ഒപ്പം കുറ്റ്യാടിയിൽ KK ലതിക, കൊയിലാണ്ടിയിൽ K ദാസൻ, ബാലുശ്ശേരിയിൽ പുരുഷൻ കടലുണ്ടി തുടങ്ങിയവർക്കെല്ലാം തന്നെ രണ്ടാമതൊരു അവസരം കൂടി നൽകാനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ TP രാമകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. ഇതിനു പുറമെ കൊടുവള്ളിയിൽ ലീഗ് വിമതനെ പിന്തുണച്ച് ഒപ്പം LDFന് മുന്നണിക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം തന്നെയാണ് CPM നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ലീഗ് വിമതൻ കാരാട്ട് റസാഖിനെ പിന്തുണയ്ക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കുന്നമംഗലത്ത് PT റഹീം, നാഷണൽ കോൺഫറൻസിന്റെ PT റഹീം തന്നെയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. സൌത്ത് മണ്ഡലം ഒഴിച്ചിട്ടതിന്റെ കാര്യം, സൌത്ത് മണ്ഡലത്തിൽ മുസാഫിർ അഹമ്മദിന്റെ പേരായിരുന്നു പരിഗണനയ്ക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ MK മുനീറിനോട് ശക്തമായ മത്സരമായിരുന്നു CP മുസാഫിർ അഹമ്മദ് കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുസാഫിർ അഹമ്മദിന്റെ പേരാണ് സൌത്ത് മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നത്. പക്ഷേ ഒടുവിൽ INL ഈ സീറ്റ് ചോദിച്ചാണ്. കാരണം INL കൊടുവള്ളിയിലാണ് INL മത്സരിക്കാറുള്ളത്. കൊടുവള്ളിയിൽ ലീഗ് വിമതൻ കാരാട്ട് റസാഖിനെ പിന്തുണയ്ക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ INL ജില്ലയിൽ മറ്റൊരു സീറ്റ് നൽകേണ്ടിയിരിക്കും. കോഴിക്കോട് കൊടുവള്ളി ഇല്ലെങ്കിൽ കോഴിക്കോട് സൌത്ത് ആണ് INL ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ INLനെ കോഴിക്കോട് സൌത്ത് കൈമാറാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സൌത്ത് മണ്ഡലം ഒഴിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അജിംസ്, ഷിത, ഈ സൗത്ത് മണ്ഡലത്തിൽ INLന് സീറ്റ് നൽകുമെന്ന ധാരണയായിട്ടുണ്ട്. INLിൽ നിന്ന് ആരുടെ പേരാണ് ഉയർന്നു വരുന്നത്? അതുപോലെ മുസഫർ അഹമ്മദിനെ ബേപ്പൂരിൽ മത്സരിപ്പിക്കാമെന്നും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ്?
നേരത്തെ തന്നെ എളമരംകാരിയും ബേപ്പൂരിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. അതുപ്രകാരം എളമരംകാരി മാറി നിൽക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ മേയറായ VKC മുഹമ്മദ് കോയെ, ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറി കൂടിയായ നോർത്ത് ഏരിയ സെക്രട്ടറി കൂടിയായ CP മുസാഫിർ അഹമ്മദിനെയോ പരിഗണിക്കുമെന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. ഇത് പ്രകാരം CP മുസാഫിർ അഹമ്മദ് VKC മുഹമ്മദ് കോയ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു കാര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ CP മുസാഫിർ അഹമ്മദ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുമെന്നായിരുന്നു നമുക്ക് ഒടുവിലും അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിന് താല്പര്യം M മെഹബൂബിന്റെ പേരായിരുന്നു. അതുപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും M മെഹബൂബിനെ പിന്താങ്ങുകയായിരുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ വന്നപ്പോൾ M മെഹബൂബിനൊപ്പം തന്നെ CP മുസാഫിർ അഹമ്മദ്, അതായത് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിച്ച പോലെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നമുക്ക് അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല. സംസ്ഥാന കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. M മെഹബൂബ് കഴിഞ്ഞ തവണ കൊടുവള്ളിയിൽ ലീഗിനെതിരെ മത്സരിച്ചിരുന്നു. കൊടുവള്ളിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് M മെഹബൂബ്. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന ഒരു നേതാവ് മത്സരിക്കുക. ജില്ലാ സെക്രട്ടറി വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് ഷിതയാണ്. കോഴിക്കോട്ട് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയായി കോഴിക്കോട് സൌത്ത് മണ്ഡലം ഒഴികെയുള്ള മറ്റ് മണ്ഡലങ്ങളിലെല്ലാം CPM-ന്റെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ നേരത്തെ CPM-ന്റെ സാധ്യതാ പട്ടികയിൽ ഇല്ലാതിരുന്ന PK ഗുരുദാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലം ജില്ലാ കമ്മിറ്റി പുതിയ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുതുക്കിയിരിക്കുകയാണ്. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് ആ ലിസ്റ്റ് പുതുക്കിയിട്ടുള്ളത്. കൊല്ലം, കുണ്ട്ര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് പുതിയ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചത്. പ്രായാധിക്യത്തിന്റെ പേരിൽ നേരത്തെ മാറ്റി നിർത്തിയ PK ഗുരുദാസന്റെ പേര് സെക്രട്ടേറിയറ്റ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉൾപ്പെടുത്തി. കൊല്ലത്തേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K വരദരാജന്റെയും ദേശാഭിമാനി സീനിയർ കറസ്പോണ്ടന്റ് RS ബാബുവിന്റെയും പേര് നിർദ്ദേശിച്ച് ഔദ്യോഗിക പക്ഷം ഭിന്നിച്ചതോടെയാണ് ഒത്തുതീർപ്പെന്ന നിലയിൽ PK ഗുരുദാസൻ പരിഗണിക്കപ്പെട്ടത്. സാമുദായിക പിന്തുണയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നതും ഗുരുദാസന് തുണയായി. കുണ്ട്രയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം J മേഴ്സിക്കുട്ടിയമ്മയാണ് സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. മണ്ഡലത്തിലെ സ്വാധീനം J മേഴ്സിക്കുട്ടിയമ്മയെ പട്ടികയിൽ ഒന്നാമതെത്തിച്ചു. കൊട്ടാരക്കരയിൽ മുൻ ജില്ലാ സെക്രട്ടറി K രാജഗോപാലിനെയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. കഴിഞ്ഞ തവണ K രാജഗോപാൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനോട് പരാജയപ്പെട്ടിരുന്നു. പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം. ആലപ്പുഴ ജില്ലയിൽ കായംകുളം, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലാണ് ഇനിയും CPM-ന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്തത്. CK സദാശിവന്റെ സ്ഥാനത്ത് സംബന്ധിച്ച ചില തർക്കങ്ങൾ ഇനിയും നിലനിൽക്കുകയാണ്. CPM-ൽ ഇനി 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ ബാക്കിയാണ് ആലപ്പുഴയിൽ. കഴിഞ്ഞ തവണ മത്സരിച്ച കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്, സംസ്ഥാന കമ്മിറ്റി അംഗം G സുധാകരൻ, AM ആരിഫ് എന്നിവർക്ക് മത്സരിക്കാൻ സംസ്ഥാന കമ്മിറ്റി അനുമതി നൽകിയിരുന്നു. ഈ ഇളവ് എന്തുകൊണ്ട് CK സദാശിവന് ലഭിക്കുന്നില്ല എന്ന ചോദ്യമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. CK സദാശിവന് കായംകുളത്ത് ജയസാധ്യതയുള്ള ആളാണെന്നത് ഒരു തവണ കൂടി മത്സരിക്കാനുള്ള യോഗ്യതയാണെന്നും വാദമുയർന്നു. ഈ വാദത്തിന് കാര്യമായ ഒരു എതിർപ്പും യോഗത്തിൽ ഉയർന്നില്ല. ജില്ലാ സെക്രട്ടറി സജി ചെറിയാന് മത്സരിക്കാനുള്ള ഇളവ് ലഭിക്കാതിരുന്നതാണ് ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ച നടന്നത്. സദാശിവൻ കായംകുളത്ത് മത്സരിച്ചാൽ വനിതാ പ്രാതിനിധ്യം വേണ്ടിവരും. അങ്ങനെ വന്നാൽ സംസ്ഥാന കമ്മിറ്റി അംഗം CS സുജാതയെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്നും അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം നിശ്ചയിച്ച മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി R രാജേഷിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. എന്നാൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനമായതിനാൽ കൂടുതൽ ചർച്ച അനുവദിച്ചില്ല. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരാനാണ് തീരുമാനം. ഈഴവ സമുദായത്തിനും വനിതയ്ക്കും പ്രാതിനിധ്യമുള്ള പട്ടിക വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിർദ്ദേശം. ഇതുകൂടി പരിഗണിച്ചുള്ള പട്ടിക തയ്യാറാക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ നീക്കം. ഷൈജു, മീഡിയ 1, ആലപ്പുഴ. ഇടുക്കിയിൽ CPM-ന്റെ സാധ്യതാ പട്ടികയിൽ നേരത്തെ ഇല്ലാതിരുന്ന S രാജേന്ദ്രനെ മത്സരിപ്പിക്കാൻ, ദേവികുളം മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമുണ്ടായിട്ടുള്ളത്. മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MM മണിയെ ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ദേവികുളത്ത് നിലവിലെ MLA S രാജേന്ദ്രനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം R ഈശ്വരന്റെയും അഡ്വക്കേറ്റ് A രാജയുടെയും പേരുകൾ നേരത്തെ പരിഗണിച്ചിരുന്നു. 2006-ലും 2011-ലും ദേവികുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് S രാജേന്ദ്രനാണ്. 2001-ൽ ഉടുമ്പൻചോലയിൽ മത്സരിച്ച് പരാജയപ്പെട്ട MM മണി വീണ്ടും ഉടുമ്പൻചോലയിൽ മത്സരിക്കാനെത്തുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസും CPM സംസ്ഥാന സമിതിയും തമ്മിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുന്നതിനാൽ ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചില്ല. മീഡിയ 1, ഇടുക്കി. തിരുവനന്തപുരം ജില്ലയിൽ CPM-ന്റെ അരുവിക്കര, നെയ്യാറ്റിൻകര, വർക്കല മണ്ഡലങ്ങളിൽ ഇനിയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായിട്ടില്ല. അതേസമയം പാറശാലയിൽ CK ഹരീന്ദ്രൻ സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പാറശാലയിൽ ആനാവൂർ നാഗപ്പനെയാണ് സ്ഥാനാർത്ഥിയായി നേരത്തെ പരിഗണിച്ചിരുന്നത്.
എന്നാൽ ആനാവൂരിന് ജയസാധ്യതയില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയതിനെ തുടർന്ന് മറ്റൊരാളെ കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനാൽ തൽസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതും ആനാവൂരിനെ തടയാനിടയാക്കി. ഇതോടെയാണ് CK ഹരീന്ദ്രന് നറുക്കുവീണത്. നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറിയായിരുന്ന ഹരീന്ദ്രൻ ജില്ലയിൽ പാർട്ടിയുടെ പരിചയസമ്പന്നനായ നേതാവാണ്. അതേസമയം ഒന്നിൽ കൂടുതൽ പേരുകൾ ഉയർന്നു വന്ന നെയ്യാറ്റിൻകര, അരുവിക്കര, വർക്കല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായില്ല. നെയ്യാറ്റിൻകരയിൽ യുവനേതാക്കളായ K ആൻസലൻ, ബെൻ ഡാർവിൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. നാടാർ സമുദായത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലത്തിൽ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സെൽവരാജിനെ തളയ്ക്കാൻ നാടാർ സമുദായ പ്രതിനിധി തന്നെ വേണമെന്ന വിലയിരുത്തലാണ് പാർട്ടി. വർക്കലയിൽ DYFI സംസ്ഥാന ട്രഷറർ P ബിജുവിനെയാണ് പരിഗണിച്ചതെങ്കിലും മറ്റു പേരുകളും ഉയർന്നു വന്നതോടെ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. അരുവിക്കരയിൽ നേരത്തെ പരിഗണിച്ചിരുന്ന P ബിജുവിന് പകരം M ഷിജു ഖാൻ, A റഹീം എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ. 16-ന് വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. മീഡിയ 1 തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ CPM മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഉദുമ, തൃക്കരിപ്പൂർ, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 CPM മത്സരിക്കുക. ഇതിൽ മഞ്ചേശ്വരത്ത് നേരത്തെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു സ്ഥാനാർത്ഥിയാകും. തൃക്കരിപ്പൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MV ബാലകൃഷ്ണൻ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും M രാജഗോപാലാണ് മത്സരിക്കുക. ഉദുമയിൽ സിറ്റിംഗ് MLA K കുഞ്ഞാമൻ തന്നെ സ്ഥാനാർത്ഥിയാകും. ഇവിടെ DYFI ജില്ലാ സെക്രട്ടറി M മണികണ്ഠന്റെ പേര് നേരത്തെ പരിഗണിച്ചിരുന്നു. കാഞ്ഞങ്ങാട് CPIക്കും കാസർഗോഡ് INLലുമാണ് നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ കാസർഗോഡ് മത്സരിക്കാൻ INL വിമുഖത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനാണ് LDF ആലോചിക്കുന്നത്. മീഡിയ 1 കാസർഗോഡ്. വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.